ഖലീഫ സിനിമയുടെ അടുത്ത ഷെഡ്യൂള് ജൂൺ 12-ന് ദുബായിൽ തുടങ്ങും. ദുബായ് കഴിഞ്ഞാൽ സിനിമയുടെ അടുത്ത ഷെഡ്യൂള് നേപ്പാളിലായിരിക്കും. ജൂൺ 25-ഓടുകൂടി ഖലീഫ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 20-ന് ഓണം റിലീസായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സൂര്യയുടെ കറുപ്പ് സിനിമയുടെ 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയെന്ന് നോക്കാം. തമിഴ്നാട്ടിൽ 157 കോടി 77 ലക്ഷവും, കർണാടകയിൽ 23 കോടി 81 ലക്ഷവും, തെലുങ്ക് സ്റ്റേറ്റുകളിൽ 36 കോടി 34 ലക്ഷവും, കേരളത്തിൽ 14 കോടി 16 ലക്ഷവും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 17 ലക്ഷവും. സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 235 കോടി 25 ലക്ഷമാണ്. ഓവർസീസ് കളക്ഷൻ 77 കോടി 92 ലക്ഷം. ടോട്ടൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 313 കോടി 17 ലക്ഷമാണ്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് കറുപ്പ് സിനിമ മാറിയിട്ടുണ്ട്. നെസ്ലൻ്റെ മോളിവുഡ് ടൈംസ് സിനിമയ്ക്ക് ട്രെയിലർ ഉണ്ടാവില്ലെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 37 ലക്ഷമാണ് സിനിമയുടെ കേരള പ്രീസെയിൽ കടന്നിരിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡ് പ്രീസെയിൽ 55 ലക്ഷം കടന്നിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടിയുള്ള സിനിമയുടെ റിലീസിന്. അനുഗ്രഹീതൻ ആൻ്റണി സിനിമയുടെ ഡയറക്ടറായ പ്രിൻസ് ജോയി, ജയസൂര്യ, വിനായകൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ടൈറ്റൻസ്. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കൊക്കെ വന്നത്. അർജുൻ്റെ ബ്ലാസ്റ്റ് സിനിമയുടെ 6 ദിവസത്തെ കളക്ഷൻ എത്രയെന്ന് നോക്കാം. തമിഴ്നാട്ടിൽ 13 കോടി 29 ലക്ഷം, കേരളത്തിൽ 5 കോടി 46 ലക്ഷം, തെലുങ്ക് സ്റ്റേറ്റുകളിൽ 4 കോടി 65 ലക്ഷം, കർണാടകയിൽ 2 കോടി 51 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 15 ലക്ഷം. സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 26 കോടി 6 ലക്ഷം, ഓവർസീസ് കളക്ഷൻ 7 കോടി 42 ലക്ഷം. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 33 കോടി 48 ലക്ഷം.